ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് ബ്യൂട്ടി ടിപ്പ് ഒന്നുമല്ല, സുപ്പിൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം അപ്പം കേട്ടോ. ഇങ്ങനെ നിൽക്കുവാന്നോ? എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരേ ഒരാൾ ദേ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ആരും ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ സുപ്പു ദേ ഇവിടെയാണ് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലേ കൃഷ്ണ? നമ്മൾ തമ്മിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇവർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ നമ്മൾ തമ്മിലുള്ള രഹസ്യങ്ങൾ. ദേ കറണ്ട് ബില്ല് വരെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് ബില്ല് വരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടുന്ന ചില്ലറകളൊക്കെ ദേ അതും ആ കാൽക്കൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ സുപ്പ് കൂട്ടി കേട്ടോ. താഴെയും കുഞ്ഞൊരാളിരിപ്പുണ്ട്. നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ നിന്നാൽ മതിയോ? സുപ്പ് പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? അതോ എന്നെ കളിപ്പിക്കുവാന്നോ? കണ്ണാ, കള്ളക്കണ്ണാ, ഈ സുപ്പ് കൊച്ചിനെ കളിപ്പിക്കുവാണോ? പിന്നെ രാവിലെ ഉണർന്നാൽ ചില ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അല്ലേ? കിളികൾ ചിലയ്ക്കുന്നത്, മുറ്റമടിക്കുന്ന ശബ്ദം, നമ്മുടെ പട്ടിക്കുട്ടന്മാർ കുരയ്ക്കുന്ന ശബ്ദം, പിന്നെ എന്തെല്ലാം ശബ്ദങ്ങളും നമുക്ക് കേൾക്കാമെന്നറിയാമോ? പിന്നെ നമ്മുടെ സിറ്റൗട്ടിലോട്ടൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കുമ്പം നമ്മുടെ പേപ്പർ കാണും. അങ്ങോട്ട് അരിച്ചു പറക്കി എല്ലാവരും നോക്കുന്നവരുണ്ടോ? എനിക്കറിയത്തില്ല. സമയം കിട്ടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ നോക്കും കേട്ടോ. പിന്നെ ഇതിലെ ആണെങ്കിൽ നമ്മുടെ അണ്ണൻ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതിലെ ആണെങ്കിൽ സൊസൈറ്റി ഉണ്ട്, നമുക്ക് 2 സൊസൈറ്റി അപ്പുറത്ത്. ഇതിലെയാണ് ഇപ്പോൾ സൊസൈറ്റിക്കാരൊക്കെ പോകുന്നത് കേട്ടോ. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പാലും കൊണ്ട് പോകുന്നവർ. രാവിലെ ഉണരുമ്പോൾ അവരെയൊക്കെ കാണാം കേട്ടോ. ഇപ്പം പശുക്കളൊക്കെ കുറവാണ്, എന്നാലും കുറച്ച് പേരൊക്കെ ഇതിലെ കൊണ്ടുപോകുന്നുണ്ട് പാല്. നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിക്കുന്നത് കേട്ടോ. നമ്മുടെ ലൈറ്റൊക്കെ ഇങ്ങനെ ഓണായിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ. എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കാമെന്നറിയാമോ? അമ്പലത്തിലെ പാട്ട്, ഞായറാഴ്ച ആണെങ്കിൽ പള്ളിയിലെ പള്ളിമണി ഉണ്ടല്ലോ, അതേ ഒക്കെ കേൾക്കാൻ നമുക്ക് രാവിലെ അല്ലേ. ഞാൻ രാവിലെ ഇറങ്ങി ഇങ്ങനെ കാറ്റുകൊള്ളും കേട്ടോ. ചുമ്മാ ഇച്ചിരി നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പം കേട്ടോ. നമ്മുടെ പിച്ചി സുന്ദരിയുടെ സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇന്നലെ രാത്രി വീണ കരിയിലയൊക്കെ കിടക്കുന്നു. അതൊക്കെ തൂത്തുവാരണം. രാവിലെ തന്നെ നമ്മുടെ കുഞ്ഞിക്കിളിമാരെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയെല്ലാം കരിയില കിളിമാർ വന്നിട്ടുണ്ട്. എന്തൊരു ബഹളം! അവിടെ ഇവിടെ പറക്കുന്നു. ഇങ്ങനെ നല്ല രസം കേട്ടോ. നമ്മുടെ ലൈറ്റിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന കണ്ടോ. ആ ലൈറ്റ് ഇന്നാളിലെ കാക്കച്ചിമാർ തട്ടിയിട്ട് ഇപ്പം ശരിയാക്കിക്കൊണ്ട് വെച്ചതേ ഉള്ളൂ. അതങ്ങാണം തട്ടിയിട്ട് അടി വാങ്ങിക്കും. അവിടെ പിച്ചിപ്പൂ ഉണ്ടോ? അവിടെ വെള്ളവും നമ്മൾ അരിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല രസം. പേൻ കൊല്ലുന്നതാണ് ഇവളുമാരിരുന്നേ. നല്ല രസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന്. ഇത്രയും പേനുണ്ട് ഇവരുടെ തലയിൽ, എനിക്കറിയത്തില്ല കേട്ടോ. പേനയെ കൊല്ലുന്ന കണ്ടോ? തത്തി പോകുന്ന കണ്ടോ? അത് കഴിക്കാൻ നല്ല രസം കേട്ടോ. തത്തി പോകുന്ന കണ്ടോ? തത്തി പോകുന്ന കണ്ടോ? നല്ല ഭംഗിയായി ആ ചോറല്ല അരിയും വെള്ളവും ഇരിപ്പുണ്ടേ. അവരവിടെ ഇരുന്ന് കഴിക്കട്ടെ. നമുക്ക് നമ്മുടെ പറമ്പ് അയ്യത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം കേട്ടോ. തിങ്കാശിപ്പൂവേ മച്ചാൻ. ദൈവമേ, വണ്ടിക്കാരൊക്കെ പോകുന്നു. ഞാൻ ഈ രാവിലെ പൂവും പിടിച്ചു കിടന്ന് പാട്ട് പാടി അവർ ഓടിക്കോടും. എനിക്ക് പാട്ട് പാടണ്ടേ വണ്ടി പോയെന്നും പറഞ്ഞ്?
നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ വീട്, നമ്മുടെ ചെടി, നമ്മുടെ പൂവ്. എനിക്ക് പാട്ട് പാടിക്കൂടെ രാവിലെ ഒന്ന്? തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനും ആക്കി അറിയത്തില്ല കേട്ടോ പൂവേ. പാവം പൂവ്. അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുമെന്ന് അത് വിചാരിച്ചു കേട്ടോ. എനിക്ക് അത്രേ അറിയത്തുള്ളൂ. നീ പോക്കോ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പിച്ചി സുന്ദരിക്കകത്ത് ഇപ്പം പൂ കുറവാണ്. പൂവൊക്കെ കുറവാണ് പിച്ചി സുന്ദരിക്കകത്ത്. കുറച്ച് പൂവൊക്കെ അവൾ തരുന്നുള്ളൂ. കണ്ടോ, അങ്ങും ഇഞ്ഞും ഓരോന്ന് മാത്രം കള്ളി. സുപ്പൂന് ചക്കയൊക്കെ വീണ് കേട്ടോ. ചക്കയൊക്കെ വീണ്. നിങ്ങളൊക്കെ എന്നെ കൊതിപ്പിക്കില്ല. നിറച്ച് ഞങ്ങളുടെ പ്ലാവേ വീണിട്ടുണ്ട് ചക്ക. അത് ഓരോ ദിവസവും വന്ന് ഇങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കും കേട്ടോ. ഈ ചക്ക അത് വലുതായി കേട്ടോ. നല്ല ചക്കയാണ്. ആദ്യത്തെ പ്രാവശ്യം നമ്മളത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിയിരുന്ന് എല്ലാം പഴുത്ത് ഒഴിഞ്ഞു പോയി. കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാം അടത്തി കഴിച്ചു കേട്ടോ. അടിപൊളി ചക്കയായിരുന്നു, കൂഴച്ചക്കയായിരുന്നു. അടിപൊളി ചക്ക. വലുതാവട്ടെ, നിങ്ങൾക്ക് കൂടെ തരാം കേട്ടോ. ഞങ്ങൾ നാട്ടിൻപുറത്തുകാർ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ പറമ്പെല്ലാം നോക്കും കേട്ടോ. പറമ്പിൽ എന്തൊക്കെയുണ്ടെന്ന് ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ പറമ്പിൽ ലൗലോലിക്കയൊക്കെ ഉണ്ട്, ആയി വരുന്നു കേട്ടോ. വിളഞ്ഞില്ല, ആയി വരുന്നു. നമ്മുടെ സരസുവാണെങ്കിലും രാവിലെ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങും. അത് കഴിഞ്ഞുള്ള കറക്കം സുപ്പുവാണ്. സരസുവിന് ഭയങ്കര പിണക്കോ. ഞാൻ ഇവിടെ അയ്യത്ത് വന്ന് നോക്കിയില്ലെങ്കിൽ നമ്മുടെ അയ്യം, നിങ്ങളൊക്കെ പറയും പറമ്പെന്ന്, തോട്ടമെന്ന് പറയും, ഞങ്ങൾ പറയുന്ന അയ്യം. അപ്പോഴേ നമ്മുടെ പറമ്പെല്ലാം ക്ലീനാക്കിച്ച് കേട്ടോ. സരസു കരിയിലെല്ലാം വാരിയിട്ട് കത്തിച്ചു, എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വാഴക്കച്ചിയൊക്കെ ഉള്ളു. അത് ഇന്നാൾക്ക് ഞാനൊന്ന് കത്തിച്ചതാണ്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വൃത്തിയാണ് കേട്ടോ. ഉണക്ക സമയമാകുമ്പോൾ അതിൻ്റെ ചോട്ടിൽ കൊണ്ടിടും ഞങ്ങൾ കേട്ടോ. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ്? സുപ്പുവിൻ്റെ കറിവേപ്പും തോട്ടം വേണ്ട കണ്ടോ. മണ്ടപിച്ചി എടുത്ത് രാവിലെ ഒരു വരവ് വരുന്ന ഇതിനാണ് കേട്ടോ. രാവിലെ വന്നു ഇരുമ്പുണ്ട്. ചിലപ്പോൾ മോക്ക് ചോറ് കൊണ്ടുപോയി ഇല കണ്ടിക്കാൻ വരുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഇരുമ്പും കൊണ്ട് കോതിക്കൊണ്ടൊരു പോക്ക് പോവും. അന്നത്തെ ദിവസത്തേക്കുള്ള കറിവേപ്പെല്ലാം ഞാൻ എടുത്തുകൊണ്ട് അങ്ങ് പോവും. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനി മഴയാകുമ്പോൾ നന്നായിട്ട് കിളിർക്കും. പിന്നെ എന്തുവാ, ഇവിടെ എല്ലാം അമ്മ ക്ലീൻ ആക്കി കേട്ടോ. ഓമയ്ക്ക മാത്രം ഞങ്ങളുടെ അയ്യത്തില്ല കേട്ടോ. ഓമയ്ക്ക ഉണ്ടായിരുന്നു. എൻ്റെ മോനെയും കൊണ്ട് അമ്മയ്ക്കൊരു ഓമയ്ക്ക കുത്തിയിട്ട് തായോന്നും പറഞ്ഞു വിട്ടത് വല്ല ആളെന്തോ ചെയ്തോ, ഒരു കമ്പെടുത്ത് ഓമയുടെ നടുഭാഗത്ത് ഒറ്റ കുത്തു കൊടുത്തു കേട്ടോ. ഒറ്റ കുത്തു കൊടുത്ത് അത് പകുതിയായി നിർത്തിയേക്കും കേട്ടോ. ഓമ ഒടിച്ചവന്, കള്ളന്. നിങ്ങൾ ഓമ കാണുന്നില്ലേ? ആ തെങ്ങിൻ്റെ മൂട്ടി കൊണ്ട് കേട്ടോ ഓമയ്ക്ക. പിന്നെ നമ്മുടെ സരസു, അത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സംഭവമാണ്. പക്ഷേ നമ്മുടെ സരസു അത് ചെയ്തു. എന്തുവാണെന്നറിയാവോ? എവിടുന്നോ ഞങ്ങൾക്ക് കൈതച്ചക്ക കിട്ടി കേട്ടോ. കൈതച്ചക്ക കിട്ടി. അതിൻ്റെ തല കൊണ്ടിടുമല്ലോ നമ്മൾ. കൈതച്ചക്കയുടെ ആ മണ്ട ഭാഗം നമ്മൾ നടുമല്ലോ. അങ്ങനെ ഈ സുപ്പൂട്ടി നട്ടതാണ്. അതിനകത്ത് ആദ്യത്തെ കൈതച്ചക്ക വന്നു. അത് നമ്മുടെ സരസു ഇത് പാത്ത് വെച്ചേക്കുന്ന കേട്ടോ. ഇപ്പോൾ ഒന്നും നട്ടാൽ നമുക്ക് കിട്ടത്തില്ല. പന്നിക്കുട്ടന്മാരെ തോണ്ടി പറിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോഴാദ്യത്തെ കൈതച്ചക്കയായി. പിന്നെ ഞാൻ രാവിലെ ഒരു ട്രിപ്പ് ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ ഒരു അടിപൊളി നമ്മുടെ കൂവയുടെ പൂവുണ്ടല്ലോ. കൂവയല്ലല്ലോ, കോവയ്ക്കയുടെ പൂവിൻ്റെ കൂട്ടുള്ളൊരു പൂവ് ഞാൻ കണ്ടു. വയണയില ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം വയണയില അപ്പം ഉണ്ടാക്കണം കേട്ടോ. വേണ്ട കണ്ടോ, വയണയില. അപ്പോഴും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ വയണയില? ഇല്ലായിരിക്കും, ഉണ്ടായിരിക്കുമല്ലോ എല്ലായിടത്തും. ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ രാവിലെ ഒന്നും വന്ന് നോക്കിയപ്പോഴേ വീണ്ടും ഇറങ്ങി വന്ന് എന്തിനാണെന്നറിയാമോ? രാവിലെ എനിക്കൊരു തേങ്ങ കിട്ടി. വീണ്ടും തേങ്ങ വീണെങ്കിലേ നമുക്ക് എടുത്തുകൊണ്ട് പോവാം, ആരും അടിച്ചു മാറ്റാതെ അല്ലയോ. നല്ല തെങ്ങിൻ്റെ മൂട്ടിലായിരുന്നു നമുക്കൊരു തേങ്ങ കിടന്ന് കിട്ടിയത്. ഞാൻ കൊണ്ടു കൊടുത്തു. സരസുവിന് ഭയങ്കര സന്തോഷമായി. അവൾ നോക്കിക്കൊണ്ടെല്ലാം പറക്കിക്കൊണ്ട് വരുന്നല്ലോന്ന്. ഇവിടെ ആയിരുന്നു കിടന്നെ.
മണ്ടരി ബാധിച്ച് ഞങ്ങളുടെ തെങ്ങ് ഇതേണ്ട്. ആരെയും കയറ്റത്തില്ല കേട്ടോ, ആരെയും കയറ്റത്തില്ല. തറ വീഴുന്നെങ്കിൽ എടുക്കും. പിന്നെ സുപ്പ് നട്ട തേക്കാണിത്. കണ്ടോ മുട്ടനായി, കണ്ടോ, ഇതാണ് സുപ്പ് നട്ട തേക്ക്. കണ്ടോ മുട്ടനായി. ഞാനിങ്ങനെ ഇതേപോലെ ശിഖരങ്ങൾ വരുമ്പോഴേ അതെല്ലാം കണ്ടിച്ച് ഒറ്റത്തടിയായിട്ട് പോകട്ടെ, മുട്ടനാവട്ടെ അവന്. അത്രയായി കണ്ടോ, മേളറ്റം വരെ. ഇവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നാളി പിണ്ടി കൊണ്ട് ഞങ്ങൾ തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ ഇടുമെന്ന്. ആ പിണ്ടി ചെയ്ത് കേട്ടോ, തീ ഇട്ടപ്പോൾ എല്ലാം ഉണങ്ങിപ്പോയതാണ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് വാങ്ങി നമ്മൾ അയ്യോ എല്ലാം റെഡിയാക്കി കേട്ടോ, അടിപൊളിയാക്കി. ഇനി ഇന്നലെ 2-3 ദിവസം മുമ്പ് വീണ കരിയിലയൊക്കെ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം നമ്മൾ ക്ലീൻ ആക്കി. നമ്മുടെ സരസ്വന് എപ്പോഴും ഇതൊക്കെ ക്ലീനായിട്ട് കിടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കുറു വരും സരസ്വന്. എൻ്റെ ഒത്തിരിയായി കേട്ടോ, ഒത്തിരിയായി. ഇതിനകത്ത് ശംഖുപുഷ്പം നിറച്ചും പടർന്നു കയറി. ഇന്നലെ രാവിലെ ആയിരുന്നെന്ന് തോന്നുന്നു. ഞാൻ അതിനെയെല്ലാം മാറ്റി കേട്ടോ, ശംഖുപുഷ്പത്തിനെയെല്ലാം മാറ്റി. സ്നേക്ക് പ്ലാന്റ് തന്നെ വളരാൻ അനുവദിക്കുക ഇനി കേട്ടോ. ഈ പച്ച കളറും ഉണ്ട്, മഞ്ഞ ലൈൻ സൈഡിൽ ഇങ്ങനെ ലൈൻ മാതിരി വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ തന്നെ മറ്റേത് അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടെ അതേ കുറച്ചേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിനേക്കാളും മറ്റേത് ആ മഞ്ഞ ഇഷ്ടം കേട്ടോ. സ്നേക്ക് പ്ലാന്റ് ഒത്തിരിയായി ഇവിടെ തിങ്ങി വളർന്നു വരികയാണ്. പിന്നെ സുപ്പ് കൊച്ചുൻ്റെ വേണ്ട വഴുതന തൈ കണ്ടോ നിങ്ങൾ കേട്ടോ. ഞാനിങ്ങനെ എനിക്ക് ആരോ തന്നതാണ് വഴുതന. അപ്പോഴതേ ചുമ്മാ ഇവിടോട്ട് കൊണ്ട് നട്ടതാണ് കേട്ടോ, പക്ഷെ കിളിർത്ത് വന്നു. ഇത് നമ്മുടെ അറിയാമല്ലോ, ഇതിൻ്റെ പേരെന്താ, പനിക്കൂർക്കയില, അതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നട്ടുപിടിപ്പിച്ചേക്കോ. സുപ്പ് ഇങ്ങനെ ചുമ്മാ അരിച്ചാക്കൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ. അപ്പോഴങ്ങനെ ഞാൻ ഇവരെയൊക്കെ ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളെല്ലാം പോയതാണ്. ഉണക്കടിച്ചപ്പോഴത്തേനെല്ലാം പോയി. ശംഖുപുഷ്പം ദേ ഞങ്ങളുടെ മുറിയുടെ മേളിൽ കൂടെ പോകുന്ന പോക്കുണ്ടെങ്കിൽ ലൈൻ കമ്പിയുടെ മേളിൽ കൂടെ പോകുന്ന കണ്ടോ. അത് അടുക്ക കേട്ടോ, 6 അടുക്കുള്ള ശംഖുപുഷ്പമാണ് അത്. ദൈവമേ, പോയ പോക്കുണ്ടോ, ലൈൻ കമ്പിക്ക് അകത്തൂടെ പോയി. ഇഷ്ടംപോലെ അരിയുണ്ട്, വേണ്ടവർ ഓടിയായോ. ശംഖുപുഷ്പം ഇല്ല എന്നും പറഞ്ഞ് കരയരുതായിരുന്നു കേട്ടോ.